നമസ്കാരം. ദൈവം എന്നും നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ സ്നേഹം അനന്തവും അവർണ്ണനീയവുമാണ്. ദൈവം തന്നെ നമ്മെ എല്ലാ ആപത്തിൽ നിന്നും കാത്തു രക്ഷിക്കുന്നു. നിരവധി എതിർപ്പുകളും പീഡകളും സഹിക്കേണ്ടി വന്നിട്ടും താൻ വിശ്വസിച്ച ദൈവത്തെ തള്ളിപ്പറയാതെ അനുദിനം മുന്നോട്ട് നിന്ന ഒരു യുവധീരന്റെ കഥയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ കഥാപ്രസംഗ രൂപേണെ അവതരിപ്പിക്കാനായി പോകുന്നത്. ദൈവമഹത്വം വിളങ്ങി നിൽക്കും വീരകഥ ഇതു കേട്ടുകൊള്ളൂ. പഴയ നിയമത്തിൻ താളിൽ നിന്നും ചീന്തിയൊരു കഥ കേട്ടുകൊള്ളൂ. അതെ, വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും ചീന്തിയെടുത്ത ഒരു കഥയാണിത്. കൊടിയ പീഡകളും കൊടിയ പ്രശ്നങ്ങളും സഹിക്കുന്ന തന്റെ വിനീത ദാസനെ കൊടിയ അപകടത്തിൽ നിന്നും രക്ഷിച്ച ദൈവത്തിന്റെ മഹത്വം. നല്ല വഴിയിൽ നടക്കുവോരെ ദൈവം ഒരിക്കലും കൈവിടില്ല. നല്ല വഴിയിൽ നടക്കുവോരെ നാഥൻ ഒരിക്കലും കൈവിടില്ല. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ദാനിയേലും സിംഹങ്ങളും. പേരേഴും ബാബിലോൺ ചക്രവർത്തി, വീരരിൽ വീരനാം ചക്രവർത്തി. പേരേഴും ബാബിലോൺ ചക്രവർത്തി, വീരരിൽ വീരനാം ചക്രവർത്തി. ബാബിലോണിന്റെ രാജാവായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. ഒരു ദിവസം നെബൂഖദ്നേസർ രാജാവ് അതിപാവനവും അതിമനോഹരവുമായ ജെറുസലേം നഗരം കൊള്ളയടിക്കാനായി പുറപ്പെട്ടു. പൊന്നും പണവും കവർച്ച ചെയ്യാം, രത്നങ്ങളൊക്കെയും കൈക്കലാക്കാം. പൊന്നും പണവും കവർച്ച ചെയ്യാം, രത്നങ്ങളൊക്കെയും കൈക്കലാക്കാം. പട്ടണ ഗോപുരം ചാമ്പലാക്കി നാട്ടുകാരൊക്കെയും തോറ്റുമാറി. നെബൂഖദ്നേസർ രാജാവും പടയാളികളും കൂടി ചേർന്ന് ജെറുസലേം നഗരം താറുമാറാക്കി. അവിടുത്തെ രാജാവിനെ പിടിച്ച് വലിച്ചു കെട്ടി നഗരത്തിൽ കൂടി വലിച്ചിഴച്ചു കൊണ്ടുപോയി. എന്നാൽ അവർ പൊന്നും പണവും മാത്രമായിരുന്നില്ല അവിടെ നിന്നും കൊള്ളയടിച്ചത്. പിന്നെ അവർ അവിടെ ഉണ്ടായിരുന്ന ഏതാനും വിദ്വാൻമാരെയും മതപണ്ഡിതന്മാരെയും പ്രഭുക്കന്മാരെയും വലിച്ചിഴച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അക്കൂട്ടത്തിൽ സമർത്ഥരായ 4 ബാലന്മാരും ഉണ്ടായിരുന്നു. ആ 4 ബാലന്മാരിൽ ഒരാളാണ് നമ്മുടെ കഥയിലെ യുവധീരൻ ദാനിയേൽ. ചന്ദ്രനെ പോലെ പ്രകാശമേഴും ചന്ദ്രമേഴുന്നോരു ഗാത്രരൂപൻ, ശാന്തപ്രകൃതൻ വിനീതരൂപൻ, സത്യദൈവത്തെ കൈതൊഴുന്നോൻ. അതെ, നമ്മുടെ കഥയിലെ നായകൻ ശാന്തപ്രകൃതനും വിനീതരൂപനും അതിലുപരി സത്യസന്ധനുമായ ദാനിയേൽ. പക്ഷെ ദാനിയേലിനെ രാജാവിന് വളരെയധികം ഇഷ്ടമായി. ദാനിയേൽ അങ്ങനെ രാജാവിന് ഒട്ടനവധി സ്ഥാനമാനങ്ങൾ നൽകി. അങ്ങനെ ദാനിയേൽ പടിപടിയായി ഉയരുവാൻ തുടങ്ങി. കാലങ്ങൾ വീണ്ടും കടന്നുപോയി, കഥകൾ പലതും കഴിഞ്ഞുപോയി. ബാബിലോൺ നാടിന്റെ നാഥനാകും പുന്തിരുമേനിയും നാടു നീങ്ങി. കാലം വളരെ വേഗം ചിറകടിച്ച് പറന്നുപോയി. അതിനിടയിൽ ബാബിലോണിന്റെ സർവസ്വമായിരുന്ന നെബൂഖദ്നേസർ രാജാവ് മരണമടയുകയും ചെയ്തു. അതോടുകൂടി നാഥനില്ലാതെയായി സാമ്രാജ്യം. അങ്ങനെ നെബൂഖദ്നേസർ രാജാവിന്റെ പുത്രനായ ബേൽശസ്സർ അധികാരത്തിൽ വന്നു. എന്നാൽ ബേൽശസ്സരെ മേദ്യരും പാഴ്സരും കൂടി ചേർന്ന് പരാജയപ്പെടുകയും ബാബിലോൺ സാമ്രാജ്യവും രാജ്യവും പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ മേദ്യ രാജാവായ ദാരിയവേശ് ബാബിലോണിന്റെ പുതിയ ചക്രവർത്തിയായ അധികാരത്തിൽ വന്നു. അങ്ങറ്റം വീരശൂര പരാക്രമിയും അങ്ങറ്റം അഹംഭാവക്കാരനും പൊങ്ങച്ചക്കാരനുമായിരുന്നു ദാരിയാവേശ്. പക്ഷെ എന്തോ രാജാവിന് ദാനിയേലിനെ വളരെയധികം ഇഷ്ടമായി. രാജാവിന് ദാനിയേൽ ധാരാളം സ്ഥാനമാനങ്ങൾ നൽകി. എന്നാൽ ഇത് ആ രാജ്യത്തുണ്ടായിരുന്ന ചില രാജകിങ്കരന്മാർക്കും ദുർമോഹികൾക്കും അസൂയാലുക്കൾക്കും ഇഷ്ടമായില്ല. ദാനിയേലിനെ എങ്ങനെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഒട്ടനവധി പദ്ധതികൾ പ്ലാൻ ചെയ്തു. ഇനിയും ഇവനെ വളർത്തിവിട്ടാൽ ഇവൻ രാജാവിൻ്റെ പാത്രത്തിന് ഖേദമാകുമെന്ന് ആ അസൂയാലുക്കൾ വിശ്വസിച്ചു. ഇവനെ തകർക്കുവാൻ എന്തു മാർഗം, ഇവനെ തുലയ്ക്കുവാൻ എന്തു മാർഗം, ഇനിയും മടങ്ങിയിരുന്നു പോയാൽ നമ്മളെക്കാൾ ഇവൻ കേവനാകും. ഇതായിരുന്നു ആ ദുർമോഹികളുടെ അഹംഭാവക്കാരികളുടെ ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം അവർ രാജാവിനെ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടു. എന്നിട്ട് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: തിരുമേനി, അങ്ങാണ് ഞങ്ങൾക്ക് ദൈവം. ഞങ്ങൾ അങ്ങയെയാണ് ആരാധിക്കുന്നത്. ഈ ലോകത്ത് അങ്ങല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ അഹങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ പൊങ്ങച്ചത്തിൻ്റെയും തീനാമുകൾ വിടരുന്നതിനായി തുടങ്ങി. പൊങ്ങച്ചക്കാരനാം മന്നവേന്ദ്രൻ പൊങ്ങച്ച വാക്കുകൾ വിശ്വസിച്ചു. പൊങ്ങച്ചക്കാരനാം മന്നവേന്ദ്രൻ പൊങ്ങച്ച വാക്കുകൾ വിശ്വസിച്ചു. താനാണ് ശക്തനാം ദൈവമെന്ന് വിഡ്ഢിയാം രാജാവ് വിശ്വസിച്ചു. താനാണ് ശക്തനാം ദൈവമെന്ന്
വിഡ്ഢിയാം രാജാവ് വിശ്വസിച്ചു. അങ്ങനെ രാജാവിന് അത്യധികം സന്തോഷമായി. താനാണ് ദൈവമെന്ന് രാജാവ് ഉറക്കെ വിശ്വസിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ഉറക്കെ ചിരിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ആ മുഖസ്തുതിക്കാർ തുടർന്നു. രാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് ഈ രാജ്യത്ത് ആരും തന്നെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. അങ്ങേ മാത്രം എല്ലാവരും ദൈവമായി കണ്ട് ആരാധിക്കണമെന്ന് ആ മുഖസ്തുതിക്കാർ രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിന് വീണ്ടും അഹങ്കാരത്തിന്റെ തീനാമുകൾ രാജാവിന്റെ മനസ്സിൽ മുട്ടിട്ട് വളരാനായി തുടങ്ങി. വീണ്ടും മുഖസ്തുതിക്കാർ തുടങ്ങി. ഈ വിളംബരം എത്രയും പെട്ടെന്ന് തന്നെ രാജ്യത്ത് മൊത്തം വിളംബരം കൊട്ടി അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജകിങ്കരന്മാർ പറഞ്ഞു, ഈ വിളംബരം എത്രയും പെട്ടെന്ന് രാജ്യത്ത് വിളംബരം കൊട്ടി അറിയിക്കുകയും ആരെങ്കിലും അങ്ങേയല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ അവരെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് വലിച്ച് എറിയുമെന്നുള്ള പുതിയൊരു കൽപ്പന കൂടെ പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞു. ബേഷ് രാജാവിന് വളരെയധികം സന്തോഷമായി. രാജാവ് വീണ്ടും അഹങ്കാരത്താൽ പൊട്ടിച്ചിരിക്കാനായി തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം തന്നെ എങ്ങും പേരും പറക്കൊട്ടി പൊങ്ങി എന്തെന്നറിയാൻ ജനങ്ങൾ തിങ്ങി. എങ്ങും പേരും പറക്കൊട്ടി പൊങ്ങി എന്തെന്നറിയാൻ ജനങ്ങൾ തിങ്ങി. രാജവിളംബരം നാട്ടിലെങ്ങും രാജഭടന്മാർ നടന്നു ചൊല്ലി. രാജവിളംബരം നാട്ടിലെങ്ങും രാജഭടന്മാർ നടന്നു ചൊല്ലി. ഇത് കേട്ടതും അവിടുത്തെ ആളുകൾ വളരെയധികം ഭയപ്പെട്ട് വളരെയധികം വേദനയോടും വളരെയധികം സങ്കടത്തോടും പേടിയോടും കൂടി രാജാവിന്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, രാജാവേ, ഇന്നു മുതൽ അങ്ങാണ് ഞങ്ങളുടെ ദൈവം, അങ്ങേ മാത്രമേ ഞങ്ങൾ ദൈവമായി ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവിന് വീണ്ടും വളരെയധികം സന്തോഷമായി. സന്തോഷത്താൽ രാജാവ് ആഹ്ലാദത്തോടു കൂടി ചിരിക്കുകയുണ്ടായി. എന്നാൽ ഒരാൾ മാത്രം അവിടെ രാജാവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു. ആരാണയാൾ എന്നെല്ലാവരും നോക്കി. രാജാവിൻ വിശ്വസ്ത തോഴനാകും ദാനിയേൽ കൽപ്പന ധിക്കരിച്ചു. ദാനിയേൽ നിത്യവും കൈകൾ കൂപ്പി സത്യദൈവത്തെ ആരാധിച്ചു. ദാനിയേൽ നിത്യവും കൈകൾ കൂപ്പി സത്യദൈവത്തെ ആരാധിച്ചു. അതെ, രാജാവിൻ്റെ ഉറ്റ തോഴനായ ദാനിയേൽ കൽപ്പന ധിക്കരിച്ചു. ദാനിയേൽ ദിവസവും അറയിൽ പോയി തൻ്റെ ഏകദൈവമായ യഹോവയോടുകൂടി സത്യദൈവമായ യഹോവയോടുകൂടി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. എന്നാൽ ഇത് അസൂയാലുക്കളായ രാജകിങ്കരന്മാർ പോയി കാണുകയും രാജാവിൻ്റെ അടുക്കൽ പോയി വിവരം വളരെ വേഗത്തിൽ അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ രാജാവിന് അത്യധികം സങ്കടമായി. അപ്പോഴാണ് രാജാവിന് ആ സത്യം മനസ്സിലായത്. തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ദാനിയേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി രാജകിങ്കരന്മാർ ശ്രമിച്ചു എന്നുള്ള സത്യം. ഉടൻ തന്നെ രാജകിങ്കരന്മാർ പോയി ദാനിയേലിനെ വഴച്ചിരച്ച് രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. വിനയം നിറയും ശിരസ്സുമായി മന്ദഹാസം പൂണ്ട ചുണ്ടുമായി. വിനയം നിറയും ശിരസ്സുമായി മന്ദഹാസം പൂണ്ട ചുണ്ടുമായി. അതെ, വിനയഭാവത്തിൽ വിനീതനായി തലകൾ കുനിച്ച് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തിരുമേനിക്ക് മുന്നിൽ ദാനിയേൽ നിന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, രാജാവേ, അങ്ങ് ഒരു രാജാവ് മാത്രമാണ്. അങ്ങ് പ്രജകളുടെ ക്ഷേമമാണ് അങ്ങ് നോക്കേണ്ടത്. അങ്ങ് ഒരിക്കലും ഒരു ദൈവമല്ല. ദൈവം എന്ന് പറഞ്ഞാൽ അത് ഒരാൾ മാത്രമേ ഉള്ളൂ, സത്യദൈവമായ യഹോവ. ഇത് കേട്ടപ്പോൾ രാജാവിന് അത്യധികം സങ്കടമായി. തൻ്റെ വിനീതദാസനെ രക്ഷിക്കുന്നതിന് വേണ്ടി രാജാവ് സൂര്യാസ്തമയം വരെയും ശ്രമിച്ചു. പക്ഷെ രാജാവിന്റെ ഈ നീക്കം രാജകിങ്കരന്മാർ അറിയുകയും ദാനിയേലിനെ പോയി വലിച്ചിഴച്ച് സിംഹത്തിന്റെ കൂട്ടിൽ കൊണ്ടുപോയി തള്ളിയിടുകയും ചെയ്തു. ഇത് കണ്ട